ഹായ്, എല്ലാവർക്കും നമസ്കാരം. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. 140 നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നാളെ തെരഞ്ഞെടുപ്പിനായി വോട്ടവകാശം വിനിയോഗിക്കാനായി കടന്നു പോകുന്നവർ. ഈ അവസരത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സാരഥികളെക്കുറിച്ച് 2 വാക്ക് പറയുവാനായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. കേരളത്തിലെ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ശക്തവും വ്യക്തവുമായ നിലപാടുള്ള സ്ഥാനാർത്ഥികളെയാണ് UDF, കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നത്. അവർ തീർച്ചയായിട്ടും നിയമസഭയിൽ എത്തേണ്ടവരാണ് എന്നതിന് യാതൊരു സംശയമില്ല. നമ്മൾ കേരള നിയമസഭയിലേക്കായാലും രാജ്യസഭയിലേക്കായാലും ലോക്സഭയിലേക്കായാലും ജനപ്രതിനിധി സഭകളിലേക്കൊക്കെയും പ്രതിനിധികളെ അയക്കുന്നത് അവിടെ കോലാഹലം നടത്തുവാനും അതുപോലെ അതിൻ്റെ ഡെസ്കിൻ്റെ മണ്ടയ്ക്ക് മുണ്ട് മടക്കി കുത്തി അണ്ടർവെയർ കാണിക്കുന്ന വ്യക്തികളെ അല്ല നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കേണ്ടത്. നിയമനിർമ്മാണ സഭ എന്ന് പറയുമ്പോൾ നിയമങ്ങൾ നിർമ്മിക്കുന്ന സഭയാണ്. അത് ശരിക്കും നമ്മൾ പറയാറുണ്ട്, ജനാധിപത്യത്തിൻ്റെ ഈ ഇടമാണെന്ന്. ആ ജനാധിപത്യത്തിൻ്റെ ഇടത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ ആ നിയമനിർമ്മാണത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവുള്ളവർ വേണം കേരള നിയമസഭയിൽ എത്തേണ്ടത്. അല്ലാതെ തല്ലിപ്പൊളിക്കാരെയും അനാവശ്യ വാക്കുകൾ സംസാരിക്കുന്നവരെയും അസഭ്യം പറയുന്നവരെയും അല്ല നമ്മൾ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. യോഗ്യതയുള്ളവരെ വേണം തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ യോഗ്യതയുള്ള നിരവധി സ്ഥാനാർത്ഥികളെയാണ് UDF അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ നിയമസഭയിൽ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ മാവേലിക്കരയുടെ മുൻ MLA ശ്രീ M. മുരളി നിയമനിർമ്മാണ സഭയിൽ വളരെ അന്തസ്സോടും അതുപോലെ നല്ല നിലയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ ദൃശ്യമാധ്യമങ്ങളിലോ മറ്റ് മാധ്യമങ്ങളിലോ അദ്ദേഹത്തിന് വേണ്ടത്ര ശ്രദ്ധ ലഭിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, അദ്ദേഹമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ പ്രമേയം അവതരിപ്പിച്ച് നിയമനിർമ്മാണ സഭയിൽ സജീവമായത്. അദ്ദേഹം അവതരിപ്പിച്ച പല സ്വകാര്യ നിയമങ്ങളും പിന്നീട് സർക്കാർ അത് നിയമമാക്കേണ്ടി വന്നു. അങ്ങനെ ദീർഘവീക്ഷണമുള്ള വ്യക്തികൾ വേണം കേരള നിയമസഭയിൽ എത്തേണ്ടത്. എങ്കിലേ കേരളത്തിലെ ജനങ്ങൾക്കും സമൂഹത്തിനും പൊതുവെ നല്ല നിലയിലുള്ള നിയമങ്ങൾ ലഭിക്കുവാനും ജനങ്ങളുടെ ജീവിത നിലവാരവും ജനങ്ങളുടെ പ്രയാസങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റും ഉണ്ടാകത്തുള്ളൂ. ഇത്തരത്തിൽ പറയുമ്പോൾ നമ്മുടെ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുപ്പാൻ യോഗ്യതയുള്ളവർ ഇന്ന് UDFൻ്റെ സാരഥികൾ തന്നെയാണ്. നമുക്ക് വടക്ക് നിന്ന് എല്ലാവരുടെയും പേര് പറയുവാനായിട്ട് സാധ്യമല്ലെങ്കിലും ചുരുക്കം ചില വ്യക്തികൾ, അവർ യുവാക്കളാണ്, കടന്നു വരേണ്ടവരാണ്. UDF അവതരിപ്പിച്ച 140 സാമാജികരും സ്ഥാനാർത്ഥികളും യോഗ്യരാണ്. എങ്കിലും ചില വ്യക്തികളുടെ പേര് പറയാതെ പോകാൻ പറ്റില്ല. നമുക്കറിയാം, സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ മത്സരിക്കുകയാണ്. അദ്ദേഹം തീർച്ചയായിട്ടും കേരള നിയമസഭയിൽ വരേണ്ട ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് മത്സരിക്കുന്ന, ധർമ്മടത്ത് മത്സരിക്കുന്ന UDFൻ്റെ സാരഥി, അദ്ദേഹം കേരള നിയമസഭയിലേക്ക് വരേണ്ടതാണ്. പിണറായി വിജയൻ വന്നിട്ട് എന്തെടുക്കാനാണ്? അയാളുടെ വായിലിരിക്കുന്ന മോശം വർത്തമാനം കേൾപ്പിക്കാനാണോ നിയമസഭയിൽ വരേണ്ടത്? യാതൊരു അറപ്പും ഉളുപ്പുമില്ലാതെ വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന വ്യക്തികളെയല്ല നമുക്ക് ആവശ്യം. അതുപോലെ തന്നെ ഇങ്ങനെ കോഴിക്കോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ മത്സരിക്കുന്ന, നാദാപുരത്ത് മത്സരിക്കുന്ന അഭിജിത്ത്, കൊയിലാണ്ടിയിൽ മത്സരിക്കുന്ന DCC പ്രസിഡൻറ്റ്,
പേരാമ്പ്രയിൽ മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ സാരഥി, വടകരയിലെ ശ്രീമതി കെ രമ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് ജയിച്ച് അവരുടെ നിയമസഭയുടെ പ്രകടനം നമ്മൾ കണ്ട് കോരിത്തിരിച്ചതാണ്. അതുപോലെ തന്നെ എലത്തൂരിൽ, കോഴിക്കോട് രണ്ട് സൗത്തും നോർത്തും, പാലക്കാട് രമേശ് പിഷാരടി നല്ല ഉദാത്തമായ ജനാധിപത്യ ബോധമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊക്കെ ഇതിനോടകം തന്നെ ജനങ്ങൾ ശ്രദ്ധ നേടിക്കൊണ്ട്, അദ്ദേഹം നല്ലൊരു പ്രതിഭയാണ്. കലാകാരൻ എന്നതിലുപരി രാഷ്ട്രീയത്തിൽ നല്ല പയറ്റിത്തെളിഞ്ഞ ഒരു വ്യക്തികളെക്കാൾ നല്ല നിലവാരമുള്ള വർത്തമാനങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒരു മനുഷ്യനെയും വേദനിപ്പിക്കാനോ പ്രയാസപ്പെടുത്താതെ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നല്ല നിലയിൽ മറുപടി നൽകുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള പങ്കപ്പാട് കൂടാതെയും വെപ്രാളവും കൂടാതെയും സമചിത്തതയോടും സൗമ്യതയോടുകൂടിയും പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ രമേശ് പിഷാരടി. അദ്ദേഹം വിജയിച്ചു വരേണ്ടത് നമ്മുടെ ജനാധിപത്യത്തിന് നല്ലതാണ്. അതുപോലെ തൃത്താലയിലെ BT ബലറാം, അങ്ങനെ എല്ലാവരുടെയും പേര് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ പറയാൻ സാധ്യമല്ലെങ്കിലും ഇങ്ങനെ എണ്ണമറ്റ ആളുകൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, വാലുശ്ശേരിയിലെ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് മിടുമിടുക്കനായ ഒരു വ്യക്തിയാണ്. ആലപ്പുഴയിൽ AD തോമസ്, ജീവിതാനുഭവം എന്താണ്, വ്യത്യസ്തമായ ജീവിതാനുഭവമാണ്. ആ ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടും തൻ്റെ ഇടത്തോടുകൂടിയും കാര്യങ്ങൾ പ്രതികരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പറ്റിയതല്ലെങ്കിലും, കാരണം മറ്റൊന്നല്ല, സാമ്പത്തികമായിട്ട് വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്കിലും അതിനൊക്കെയും അതിജീവിച്ച് സ്വസിദ്ധമായ ശൈലിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ്. നവകേരള സദസ്സിൻ്റെ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ്റിൻ്റെ പീഡനമേറ്റ വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി വ്യക്തികളെ കേരളത്തിലെ നിയമസഭയിലേക്ക് അയക്കുവാൻ UDF ഇപ്രാവശ്യം മുന്നിട്ടിറങ്ങി നല്ല നിലവാരമുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ UDF അവതരിപ്പിച്ചത്. അവരെല്ലാം കേരളത്തിൽ നിയമസഭയിൽ കടന്നു വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഇരുണ്ട കാലം മാറി പ്രകാശമയമായ ഒരു സംസ്ഥാനമായി കേരളം മാറും. എല്ലാ രംഗത്തും വികസനമുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസം, തകർന്നു കിടക്കുന്ന ഉന്നത വിദ്യാഭ്യാസത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും. പരിതാപകരമായ ആരോഗ്യ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും. അതിന് പറ്റിയ ആൾ UDFിനുണ്ട്. ഡോക്ടർ SS ലാൽ, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള മെഡിക്കൽ റിപ്പോർട്ട് UDFിന് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് UDF നല്ല നിലയിൽ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിനെ കൈപിടിച്ചുയർത്തുവാൻ പര്യാപ്തരായവരുടെ കരങ്ങളിലേക്ക് ആരോഗ്യ വകുപ്പ് കൊടുക്കും. അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ കെടുകാര്യസ്ഥത, വ്യവസായ രംഗത്തെ തളർച്ച, കൃഷി വകുപ്പിൻ്റെ തകർച്ച, കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ദിനംപ്രതി ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ സമഗ്ര വികസനത്തിന് പര്യാപ്തമായ രീതിയിലുള്ള പരിഗണന നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും മത്സരിച്ച് വിജയിച്ച് കേരള നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ കേരള നിയമനിർമ്മാണ സഭയുടെ അന്തസ്സ് ഉയരും. കേരളത്തിൽ വികസനം വരും. കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു ഭയവും കൂടാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും. ആശാ വർക്കർമാരെ പോലെ വളരെ പരിതാപകരമായി കഴിയുന്ന ജനസമൂഹത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവർക്കാവശ്യമായ സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യുവാൻ പര്യാപ്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അവരുടെ സമരകാലത്ത് തന്നെ ഇന്നത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ BD സതീശൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുവാൻ UDF അധികാരത്തിൽ വരണം. അതിനുവേണ്ടി എല്ലാവരും UDF വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്
ഈ വീഡിയോ നിർത്തുന്നു. ഇത് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വോട്ട് ഫോർ UDF.